ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പെൻപാൽ ചെയ്യാൻ പോവാണ് കേട്ടോ. പെൻപാലെന്ന് വെച്ചാൽ അറിയാത്തവരോടാണ്. പെൻപാലെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സിന് കത്തെഴുതുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മൾക്ക് നമ്മുടെ ഫീൽഡിലുള്ള നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ആർട്ടും ക്രാഫ്റ്റൊക്കെ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഫീൽഡിൽ എന്താ പറയുക വർക്ക് ചെയ്യുന്ന ആളുകളെ തപ്പി പിടിച്ചിട്ട് ജസ്റ്റ് പെൻപാൽ ചെയ്യുക, അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക, അതുപോലെ നമ്മുടെ വിശേഷങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കത്തും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നതിന് ക്രാഫ്റ്റ് സംബന്ധിച്ചിട്ടായിട്ടുള്ള കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടൊരു വിൻറ്റേജിലോ അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീമിൽ വെച്ചാൽ ആ തീം ഡിസൈൻ ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് കേട്ടോ ഈ പെൻപാൽ എന്ന് പറയുന്നത്. സ്ട്രെയിൻറ്റ് അയച്ച് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് കത്തെഴുതുക. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ പെൻപാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾ ആരാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുണ്ടാവും. വെൽ വിഷർ DIY എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് ഉണ്ട്. ഞാൻ എന്തായാലും അവരുടെ പേജ് ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ മതി കേട്ടോ. അപ്പോൾ അവർക്കാണ് ഞാൻ വീഡിയോ അയച്ചിട്ടുണ്ടായത്. താമസിക്കാതെ അവരും വീഡിയോ ഇടുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവരുടെ അടുത്ത് എത്തിയേണ്ടത്, അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സോ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ബെല്ലൈക്കൺ അത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കണും വേണമെങ്കിൽ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനത് കുറച്ച് ഭംഗിയൊക്കെ ആക്കിയിട്ട് ഈ വാഷി ടേപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അതിനൊന്ന് മെച്ചപ്പെടുത്തിയെടുക്കുന്നുണ്ട് ലെറ്ററിനെ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഗിഫ്റ്റും കൂടിയും പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ മാത്രമുള്ള ഗിഫ്റ്റൊന്നുമല്ല, കുറച്ച് കാർഡ്സും അതുപോലെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സംഭവം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെൻപാൽ എന്നോട് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ആർട്ട് വിത്ത് സജറി എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. സോ നിങ്ങളത് ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാനതിൽ നോക്കിയിട്ട് നമുക്ക് പെൻപാൽ നമുക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് പേരേ ഉള്ളൂ, ആ കുറച്ച് പേര് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാമല്ലോ, ഒരു രസമല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാനതൊന്ന് റാപ്പ് ചെയ്യാൻ ഒരു ലെറ്റർ എന്താ പറയുക കവറും കൂടി ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഡിസൈനായിട്ട് ഈ പഞ്ചിങ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബോർഡർ സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത്യാവശ്യം ഞാനങ്ങനെ ഒരു തീമൊന്നും ഞാൻ വെച്ചിട്ടില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ജേർണലിങ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ച്. അതുപോലെയാണ് ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലെറ്ററിൽ. പിന്നെ സാധാ ഒരു 2-3 എന്താ പറയുക കാർഡ്സ്, അതുപോലെ ജേർണലിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ വെക്കാനുള്ള കുറച്ച് കാർഡ്സ് സെറ്റാക്കിയിട്ടുണ്ട്. റാൻഡമായിട്ട് പിക്ക് ചെയ്താണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളതെന്നുള്ളത് എടുത്തിട്ട്. പിന്നെ കുറച്ച് വിൻറ്റേജ് പേപ്പർ നോട്ട് പാഡുകളാണിത്. നമുക്ക് എഴുതും ചെയ്യാം, ഇങ്ങനെ ജേർണലിങ്ങൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാം. വിൻറ്റേജ് തീമിലുള്ളതാണ് കേട്ടോ അതൊരു 4-5 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിൻറ്റേജ് തീമിലുള്ള സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് 2-3 സംഭവങ്ങൾ ഞാനത് എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു കവർ ഉണ്ടാക്കിയിട്ട് ആ കവറിനകത്തിട്ട്, അപ്പോൾ ഒരു പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒരു കവർ, നമ്മുടെ കത്തൊക്കെ കവർ അങ്ങനത്തെ ഒരു കവർ കേട്ടോ. നോർമലായിട്ട് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ജസ്റ്റ് അതൊന്ന് ഇടാൻ ഒരു കവർ ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ ജേർണലിങ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് ഐറ്റംസ് റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
അങ്ങനെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഓർത്തത്, ഇത് അത്ര വലിയ ഗിഫ്റ്റൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന മറ്റേ ഒരു കൈച്ചെയിൻ പോലത്തെ ഒരു സാധനമുണ്ട്, കൈച്ചെയിൻ തന്നെയാണ് തോന്നുന്നു പറയുക, റബ്ബറിൻ്റെ നമ്മുടെ മുത്തൊക്കെ വെച്ചിട്ട്. അപ്പം എന്നാൽ അതും കൂടിയും അതിലേക്ക് വെക്കാം. അപ്പോൾ എന്നാൽ അത് ഒറ്റയ്ക്ക് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വെച്ചിട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഭംഗിയാക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു ലെറ്റർ. ഞാനത് വിചാരിച്ച സംഭവമല്ല, ഞാൻ ആദ്യം അത് രണ്ടും മാത്രമേ ഉള്ളൂ, ലെറ്ററും പിന്നെ ആ ഒരു കവർ, ഗിഫ്റ്റ് ബോക്സിൻ്റെ ആ ഒരു കവർ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു അത് മാത്രമാകുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ, കുറച്ചും കൂടി ഒരു ഭംഗി ഇരുന്നോട്ട് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് ഈ ഒരു കൈച്ചേനും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും അയാൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. അപ്പോൾ എന്തായാലും സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്കെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. റാപ്പ് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കണ്ടല്ലോ, ജസ്റ്റ് ഒരു എന്താ പറയുക ഗിഫ്റ്റ് ബോക്സൊക്കെ പൊതിയുന്ന പോലെ അത്ര ഭംഗിയിലൊന്നുമല്ല കേട്ടോ റാപ്പ് ചെയ്തത്, ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തതാണ്. അപ്പോഴത്തേനും ഞാൻ ആകെ ടയേർഡായിരുന്നു വേറെ. അപ്പോൾ ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.